ഡാ ടെവി, നീ ഇറങ്ങുന്നുണ്ടോ? സമയമല്ല, നീ കണ്ടോ? എന്റെ പൊന്നു മമ്മി ഇതേണ്ട വരുന്നു. अगर तुम मिल जाओ ज़माना छोड़ देंगे हम, तुम्हें पाकर ज़माने भर से रिश्ता तोड़ देंगे हम. अगर तुम मिल जाओ ज़माना छोड़ देंगे हम, अगर तुम मिल जाओ ज़माना छोड़ देंगे हम. ആഹാ, ഒരുങ്ങി കുട്ടപ്പനായല്ലോ. സത്യം പറയടാ, നീ എന്റെ ബ്യൂട്ടി ക്രീം എടുത്തില്ലേ? അയ്യേ, മമ്മിയുടെ ബ്യൂട്ടി ക്രീം എനിക്ക് എന്തിനാ? ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാ. ഓ, മമ്മി മോനും ഒന്ന് നിർത്തുന്നുണ്ടോ? ഡാ ടി വി, നീ ഇറങ്ങാൻ നോക്ക്, സമയം പോകുന്നു. ഓക്കെ പപ്പാ, ടാറ്റാ ഉമ്മ. എടാ സാമദ്രോഹി, മമ്മിക്കില്ലടാ ഉമ്മ. അയ്യോ, എന്റെ ചുന്ദരി മമ്മിക്കും ഉമ്മ. ഇനി ഞാൻ പോവാണേ. ഇനി നിൽക്കുവാണെങ്കിൽ സമയം പോവും. ഇതാണ് തെവി, നമ്മുടെ കഥാനായകൻ. ജീനി ജൂൺ ദമ്പതികളുടെ ഒരേ ഒരു പുത്രൻ. ആളൊരു കോളേജ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഹോസ്റ്റലിൽ നിന്നാണ് പഠിത്തമൊക്കെ. ഇപ്പം ഹോസ്റ്റലിലേക്ക് പോകാനുള്ള ധൃതിയിലാണ്. മമ്മി, എന്താടാ, എന്താ പറ്റിയേ? ദോണ്ട മമ്മി, ഒരു പൂച്ച. എന്നാടാ ടി വി, എന്താ? ദേ ഒരു പൂച്ച ഓടിച്ച് വീടാ വൃത്തിയായിട്ട സാധനത്തിന്. എന്റെ പൊന്നു ടി വി, അത് നിനക്ക് അടിക്കാനൊന്നും വന്നില്ലല്ലോ. എങ്കിലും നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ഇതുങ്ങളെ ഒന്നും കണ്ണെടുത്താ കണ്ടുകൂടാന്ന്. എന്റെ ജീനി, ഇവൻ നിന്റെ മോൻ തന്നെയാണോ? നിനക്കാണെങ്കിൽ ഇതുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടം, അവൻ അതുങ്ങളെ ഒന്നും ഇഷ്ടവേ ഇല്ല. അത് ശരിയാ, ഒരു ജീവികളെ അവനെ കണ്ണി പിടിക്കത്തില്ല. എന്തായാലും ഒരു ദിവസം നീ ഒറ്റയുടെയൊക്കെ സ്നേഹം മനസ്സിലാക്കും. എങ്കിലേ ഇപ്പം അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നില്ല. എനിക്കിപ്പം എന്തായാലും സമയമില്ല. അതിനെ ഓടിച്ചു വിട്, എന്നിട്ട് വേണം എനിക്ക് പോവാൻ. പൂച്ച കുഞ്ഞേ, ഒന്ന് പോകുവോ? ഈ ടിവിൻ സാർ ഒന്ന് പൊക്കോട്ടെ, എന്നിട്ട് നീ വന്നു. എന്റെ പൊന്നു പപ്പ, അതിനെ അരുത്തിച്ചുകൊണ്ട് നിൽക്കാനല്ലോ പറഞ്ഞത്. വേണ്ട, കല്ല് കിടക്കുന്ന എടുത്ത് ഒരൊറ്റ കയറി കൊടുക്ക്. എന്റെ കർത്താവ്, ഇവനൊരു കാലത്ത് നന്നാവത്തില്ലേ? അവനെ എങ്ങനെയും നന്നാക്കാൻ എന്തെങ്കിലും ഒരു വഴി ഒന്ന് കണ്ടുപിടിച്ചേർന്നേ. അങ്ങനെ ജൂണി പപ്പ ആ പൂച്ചയെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. ടെവി അവിടെ നിന്നും ഹോസ്റ്റലിലേക്കും പോയി. ജൂണേട്ടാ, ജൂണേട്ടോ, ജൂണേട്ടാ, എന്തുവാ ജീനി? എന്റെ പൊന്നു ജൂണേട്ടാ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഏതാണ്ട് വന്ന് നോക്കി ഞാൻ എന്തോ കൊണ്ടുവന്നേക്കുന്നേന്ന്. എന്റെ ജീനി, നീ എന്തുവാ ഇങ്ങനെ കിടന്ന് അലറി കൂവുന്നേ? ഇതെന്തുവാ നീ കൊണ്ടുവന്നേക്കുന്നേ? എങ്ങനുണ്ട് ഞാൻ കൊണ്ടുവന്ന സാധനം? കർത്താവേ, പട്ടിയോ? നീ എന്തിനാ ജീനി ഇപ്പൊ ഇതിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേ? നോക്കാൻ അല്ല പിന്നെന്തോ. ഇവനെ കണ്ടപ്പോഴേ എനിക്കങ്ങ് സ്പാർക്ക് അടിച്ച്, പിന്നെ ഒന്നും നോക്കില്ല, ഞാനീ കൊണ്ടുവന്നു. എന്റെ ജീനി, നിന്റെ മോന്റെ സ്വഭാവം നിനക്കറിയാലോ, എന്നിട്ടാണോ നീ ഇങ്ങനെ? ജൂണേട്ടാ, ഡോണ്ടു. അവനെ ഞാൻ എങ്ങനെയും കറക്കി കൈയെടുത്തോളാം. എനിക്ക് ഇവനെ കണ്ടിട്ട് കൊളയാൻ തോന്നില്ല. ചിലപ്പോ നമ്മളെ ടിവിയെ മാറ്റാൻ ഇവന് പറ്റിയാലോ? ആ, എങ്കിലൊക്കെ. അതാണ് എന്റെ ജൂണേട്ടൻ. ഇവനെ കാണാൻ ലുക്കാണല്ലോ. നല്ല വാലിലൊക്കെ നിറയെ പൂട, നല്ല ചെവി. എന്തേടെ കുട്ടാ, മൂക്കൊന്ന് കാണിച്ചേ. നല്ല മൂക്ക്, നല്ല ഗുമ്മ മൂക്ക്. മൊത്തത്തിൽ കൊള്ളാടി ചീഞ്ഞു ഇവനെ കാണാൻ. നിങ്ങൾ നിർത്തുന്നുണ്ടോ? അല്ല, ഇവന്റെ പേരെന്തുവാ? ആ, പേര് പേരെന്തുവാ? ജൂണേട്ടാ, അവന് പേരില്ല. ആ, ബെസ്റ്റ്. എങ്കിൽ നമുക്ക് ഇവനൊരു പേര് കണ്ടുപിടിക്കാം. ജീനി, കിട്ടിയോ? ബൗബോ. വേണ്ടല്ലേ, എങ്കിൽ കണ്ടിന്യൂ. ജൂണേട്ടാ,
എന്താ? കിട്ടി. എന്ത്? ഓ എടോ പൊട്ടാ പേര് ഓ അത് എന്തുവാ? ടാനി. ടാനി. കൊള്ളാം. ടാനി. ടാനി എന്ന പേര് കേട്ടപ്പോൾ ആ നായ്ക്കുട്ടി പതിയെ അവരെ ഒന്ന് നോക്കി. ടാനിക്കുട്ടാ, പപ്പട സുന്ദരക്കുട്ടാ. എന്റെ പൊന്നു ജൂണേട്ടാ, അവനെ വെറുതെ വിട്. കണ്ടില്ലേ പാവം എന്റെ മോൻ പേടിച്ചിരിക്കുക. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ടാനി ജീനിയുടെയും ജൂണിൻ്റെയും ജീവിതത്തിൽ ഒരു ഭാഗമായി മാറി. ടാനി അവരോടൊപ്പം വളരെ സന്തോഷവാനായിരുന്നു. ഇനി നാളെ രാവിലെ ടിവിൻ എത്തും. ജൂണേട്ടാ, നമ്മൾ എങ്ങനെ ടാനി ഒന്ന് പ്രസന്റ് ചെയ്യും? എനിക്കറിയില്ല ജീനി, നീയല്ലേ പറഞ്ഞേ അവനെ നീ കറക്കി കൈ എടുത്തോളാന്ന്. ആക്കിയോ? ജൂണേട്ടാ. ഐ ആം സോറി ജീനി. മമ്മി ഐ ആം മമ്മി. അയ്യോ ജൂണേട്ടാ വന്ന്, ജൂണേട്ടാ വന്ന്. ചെല്ല് ജീനി ചെല്ല്, കമോൺ. നിന്നെ കൊണ്ട് ഇത് പറ്റും, നിന്നെ കൊണ്ട് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. എന്താ മോനെ? മമ്മി ഏതാ ഈ സാധനം? എന്റെ വീട്ടിൽ ഇരുന്നിട്ട് എന്നെ നോക്കി കുറയ്ക്കുന്ന കുട്ടിപ്പിശാശേ. ടാനി മിണ്ടാതിരിക്കേ. ടാനിയോ? അതെന്തോന്ന്? ഏതാ മമ്മി ഈ സാമാനം? ഈ എടുത്ത് കള ഇതിനെ. ടെവി, ഇത് ടാനി. ഞാൻ വാങ്ങിയതാ, നമ്മുടെ പെറ്റ. പെറ്റോ? മമ്മിക്ക് എന്താ വട്ടാണ് ഈ വറ്റകളെയൊക്കെ? ടെവി വേണ്ട, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നും കേൾക്കാൻ പോകുന്നില്ല. എന്തായാലും ഇവൻ നിനക്കൊരു ശല്യം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ മമ്മിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് ഇതുങ്ങളെ ഒന്നും ഇഷ്ടമല്ലെന്ന്. എടാ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഇവൻ നിനക്കൊരു ശല്യം ഉണ്ടാക്കത്തില്ല. ഓ മമ്മി എന്തോ കാണിക്ക്, ഞാൻ പോവാ. മമ്മിക്ക് വട്ട് അല്ലാതെ എന്തുവാ? എനിക്ക് ഇനി 1 മാസം ക്ലാസ്സും ഇല്ല, ഹോസ്റ്റലിലാണെങ്കിൽ അവന്മാരും ഇല്ല. എന്തു ചെയ്യാനാ? ഇവിടെ നിൽക്കാതല്ല വേറെ വഴിയുമില്ല. എന്നെ കാത്തോണേ എൻ്റെ കർത്താവേ. ആടാ നീ അത് കൊണ്ടുവന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. മമ്മി എന്താടാ? ഒന്ന് കൊണ്ടുപോ എൻ്റെ പൊന്നു മമ്മി ഈ സാധനത്തിനെ. ഓ ഇവൻ ടാനി, നമ്മുടെ മോൻ വന്നേ, ഞാൻ കൊണ്ടുപോകാം കേട്ടോ. മോനോ? അപ്പൊ ഞാനാരാ? ഓ ഈ മമ്മി ഇത് 24 മണിക്കൂർ അതിൻ്റെ കൂടെ ആണല്ലോ. എന്തുവാ ഇത്? സാധനം വന്നത് പിന്നെ മമ്മിക്കും എന്നെ വേണ്ട, പപ്പയ്ക്കും എന്നെ വേണ്ട. 2 days later. ഈ സാധനം എന്താ വേണ്ടത്? ഓ പിശാചേ. 3 days later. ഈ സാധനം അവിടെ എന്തെടുക്കുവാ? ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു. പോയോ? എന്തേലും ഒക്കെ ആവട്ടെ. അയ്യോ വെക്കടാ വെടി അവന്റെ നെഞ്ചത്ത്. 1 eternity later. ടെവി, ഫുഡ് എടുത്ത് വെച്ചിട്ട് കുറെ നേരമായല്ലോ, നീ വന്ന് കഴിക്കുന്നില്ലേ? പോയോ? എങ്കിലും അവൻ എന്തിനെപ്പോഴും എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നേ? ഞാൻ അവനെ ഒന്നും അടുപ്പിക്കത്ത് പോലുമില്ലല്ലോ. എന്തേലും ഒക്കെ ആവട്ടെ. അയ്യോ വെള്ളം തീർന്നു, ഇനി വെള്ളം പോയി എടുക്കണമല്ലോ. ടാനിയല്ലേ? നിന്നെ കാണാനൊക്കെ നല്ല രസമുണ്ടല്ലോടെ ഇറക്കാം. പക്ഷെ എനിക്കറിയത്തില്ല ടാനി, ഞാനെന്താ ഇങ്ങനെ ആയെന്ന്. ചെറുപ്പം മുതലേ മൃഗങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക്. പക്ഷേ നിന്നെ എത്ര വെട്ടോ ഞാൻ ഒഴിവാക്കി വിട്ടത്, എന്നിട്ട് നീ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നു. എന്തോ നിൻ്റെ സ്നേഹം അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് പോലും അറിയത്തില്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. നോർമലി ഏതൊരു മൃഗത്തിനെ കാണുകയാണെങ്കിലും ഞാൻ പെട്ടെന്ന് വയലൻ്റ് ആവുന്നതാണ്. പക്ഷേ എനിക്കറിയത്തില്ല ഞാനെന്താ നിൻ്റെ അടുത്ത് ഇത്ര കാമായിട്ട് നിൽക്കുന്നതെന്ന്. ഓഹ് ഞാനിത് എൻ്റെ തേങ്ങയെ പറയുന്നേ, ആരോടാ പറയുന്നേ? വെട്ടിയിട്ട് ചക്ക മാതിരി കിടക്കുന്ന കണ്ടില്ലേ കുട്ടിത്തേവാങ്ക. അയ്യോ ഞാൻ പോണേ.
ഓരോ ദിവസം കൂടുന്തോറും ഞാൻ അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾ ഞാൻ കണ്ടുമുട്ടിയ ദിവസം, ഡാനി എനിക്ക് ശരിക്കും ആരായിരുന്നു എന്നെനിക്ക് മനസ്സിലായ ദിവസം. ടിവി എന്താ മമ്മി, എന്താ പറ്റിയേ? അത് പിന്നെ എന്തുവാ മമ്മി, എന്താ മമ്മിക്ക് പറയാനൊരു മടി പോലെ? എന്തുവാന്ന് വെച്ചാ പറ. എടാ അത് പിന്നെ ടാനിക്ക് വയ്യ. നിനക്കവനെ കൂട്ടിയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ? പപ്പ ഇല്ലല്ലോ, എനിക്കും അർജൻറ്റായിട്ട് ഓഫീസ് വരെ പോകാനുണ്ട്. നിനക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ ലൂണെ വിളിച്ചോളാം. നിനക്ക് പറ്റത്തില്ലായിരിക്കും അല്ലേ? ടാനിക്ക് എന്താ പറ്റിയേ? ഞാൻ കൊണ്ടുപോയിക്കോളാം. എടാ അവനിപ്പോ ഫുഡ് കഴിക്കുന്നില്ല, വയ്യാതെ കിടക്കുക. ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ല, ഈ ലൂണ ആരാ? അത് ടാനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാടാ. ഓ, ഇപ്പൊ ലൂണ പട്ടിയാ? പൊട്ടിയല്ലടാ പൊട്ടാ, കുട്ടിയാ. നീ ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി, ലൂണ അവിടെ കാണും, ബാക്കിയെല്ലാം അവള് നോക്കോളൂ. ശരി. അങ്ങനെ ഞാൻ അവിടുന്ന് ടാനിയുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. ലൂണ ഇനി ഏതാ? അതിനെ ഞാൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കും? അതാരാ? ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ? കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ? ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ, സ്പന്ദനങ്ങളിൽ രാസചാരുത, മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ, ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ? ആദ്യരോമഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം. ആദ്യരോമഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം. ആദിവാ സ്വപ്നവും ആനന്ദ ബാഷ്പവും കതിരിടും ഹൃദയങ്ങളിൽ. ഹൃദയഗാന പല്ലവി മദന ജീവരഞ്ജിനി, ഇതളിടുമീ നിമിഷങ്ങൾ ധന്യം ധന്യം. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ? അതോ ദേവരാഗമോ? അതോ ദേവരാഗമോ? താനല്ലേ ടെവിൻ? ടെവിനോ? അത് ഞാൻ തന്നെ. ലൂണയാണോ? യെസ്, ദാറ്റ്സ് മീ. ഓ, ഹായ്. ഹായ്. ടാനി എവിടെ? കാറിൻ്റെ അകത്തുണ്ട്. ടാനി ബേ, വാ. ടെവി കാരോടെ നിൽക്കേ, ഞാൻ ടാനിയെ അകത്തോണ്ട് കാണിച്ചിട്ട് വരാം. ഓക്കെ. ഉൻ വീട്ടിൽ സൗഖ്യമാനാനെങ്ക് സൗഖ്യമേ. ടാനി എവിടെ? അവന് എക്സാം ചെയ്യുക. ജീന ആന്റി രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. താനാണെങ്കിൽ
പറ്റുവാണെങ്കിൽ ചിലപ്പോഴേ ടാനി കൊണ്ടുവരും, പറ്റുവാണെങ്കിൽ ചെല്ലാവോ എന്ന് ചോദിച്ചത്. ആ മമ്മി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് പറ്റത്തില്ലെങ്കിൽ ലൂണയെ വിളിച്ചോളാന്ന്. അല്ല, തനിക്ക് പെറ്റ്സിനൊന്നും ഇഷ്ടമല്ലാന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? തന്നോട് ആരും ഇതൊക്കെ പറഞ്ഞേ? എന്നോട് ജീനേണ്ടി വന്നതാ. തനിക്ക് പെറ്റ്സിനെ ഇഷ്ടമല്ലാന്നും ടാനിനെ കാണുമ്പോൾ താൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ലാന്നും ടാനിനെ പ്രസന്റ് ചെയ്യാൻ പേടിയാണെന്നും ഒക്കെ പറഞ്ഞു. ഈ മമ്മി എല്ലാം നശിപ്പിക്കും. അല്ല തനിക്ക് എൻ്റെ മമ്മി എങ്ങനെ ഇത്ര പരിചയം? ആക്ച്വലി ടാനിയുടെ ഡോക്ടറിന്റെ പപ്പയാണ്, പിന്നെ ഞാനും ഒരു BSc സ്റ്റുഡന്റാ. പപ്പ ഹോം കെയറിന് പോകുമ്പോൾ ഞാനും പപ്പയുടെ കൂടെ പോകും. അങ്ങനെ ടാനിനെ നോക്കാൻ വന്നപ്പോൾ പരിചയപ്പെട്ടതാ. ഫസ്റ്റ് ടാനിനെ മീറ്റ് ചെയ്തപ്പോ ഐ ഫീൽ ഹി റിയലി സ്പെഷ്യൽ ഫോർ മീ. അങ്ങനെ ടൈമുള്ളപ്പോൾ എല്ലാം അവൻ്റെ അടുത്ത് പോവും, അവനെ കളിപ്പിക്കും. അങ്ങനെ ജീനിയൻ്റെ ആയിട്ട് നല്ല പരിചയം. തന്നോട് നിൽക്ക, ഞാൻ പോയി ടാനിനെ കൂട്ടിയിട്ട് വരാവേ. ടാനി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, ദഹനക്കേടിൻ്റെയാ. മെഡിസിൻ ഉണ്ട്, അത് കൊടുത്താൽ. എനിക്ക് ടാനിയെ ഇഷ്ടമല്ലായിരുന്നു ഒരു സമയത്ത്, ബട്ട് നൗ ഈസ് സംതിങ് ഫോർ മീ. എങ്കിൽ ശരി ലോണ, ഞങ്ങൾ പോവുകയാണേ. ഓക്കെ, ബൈ. வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் எங்கு சௌக்கியமே மலர்ந்து மலராத பாதி மலர் போல வளரும் விழி வண்ணமே வந்து விடிந்தும் விடியாத காலே பொழுதாக விளைந்த கலையன்னமே நதியில் விளையாடி கொடியில் தலை சீவி நடந்த இளந்தென்றலே வளர்ப்பொதிகை மலை தோன்றி மதுரை நகர் கண்டு பொலிந்த தமிழ் மன்றமே மலர்ந்த மலராத பாதி மலர் போல வளரும் விழி வண்ணமே வந்து விடிந்தும் விடியாத காலே பொழுதாக விளைந்த கலையன்னமே രവി, ഇതെന്താ അത്ഭുതം? നീ എന്തുവാ ജീനി ഇവിടെ വെടികൊണ്ട കുക്കിനെ പോലെ നിൽക്കുന്നേ? ജൂണേട്ടാ, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കി ആരൊക്കെ കിടക്കുന്നേന്ന്. മോനെ ടിവി ഇടാ. ജൂണേട്ടാ ജൂണേട്ടാ, വേണ്ട വേണ്ട, വിളിക്കണ്ട, കിടന്നോട്ടെ. ടാനിയെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർമ്മയുണ്ടോ, ടാനിക്ക് ചിലപ്പോൾ നമ്മുടെ TV മാറ്റിയെടുക്കാൻ പറ്റിയാലോ എന്ന്. വേണ്ടിപ്പോ അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ 4 പേരും ഒരുമിച്ചായിരുന്നു. ഞാനും എൻ്റെ മമ്മിയും പപ്പയും ടാനിയും, അവർ സ്വീറ്റ് സ്മോൾ ഫാമിലി. TV ഇതാണ്ട് ഫുഡ് എടുത്ത് വെച്ച് വന്ന് കഴിച്ചേ. മമ്മി ടാനി കഴിച്ചായിരുന്നോ? One eternity later. അവനെ ഇവിടെ വെച്ചിട്ട് നീ പോയി കുളിക്കണം വൃത്തികെട്ടവനെ. ഒന്ന് നിക്ക് മമ്മി, ഇവനെ ആദ്യം ഒന്ന് കുളിപ്പിച്ചെടുക്കട്ടെ. കണ്ടോ മേത്ത് മൊത്തം അഴുക്ക. 2000 years later. മമ്മി ആ മിക്സി ഒന്ന് ഓഫ് ആക്കുന്നത്, എൻ്റെ ടാനി ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോ. എന്റെ കർത്താവേ, ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് മാറ്റാനല്ലേ പറഞ്ഞുള്ളൂ, ഇതൊരു വല്ലാത്ത മാറ്റമായിപ്പോയി. The next day. മമ്മി ഞങ്ങളൊന്ന് പുറത്തു പോവാണേ. ശരി, പെട്ടെന്ന് തിരിച്ചു വരണം കേട്ടല്ലോ. ഓക്കെ മമ്മി, ബാട്ട ടാനിക്കുട്ടാ, നമുക്ക് പോവാം. ഇവിടെ എന്തുവാ ജീനി നടക്കുന്നേ? സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല ടിവി ഇങ്ങനെ മാറുമെന്നുള്ളത്. ഈസ് റിയലി ആൻ ഏഞ്ചൽ. ശരിയാ ജൂണേട്ടാ നിങ്ങൾ പറഞ്ഞത്.
ആ ലൂണ മോളോ? അതെ, ഞാൻ തന്നെ. കുറെ നാളായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു തമ്പുരാട്ടി? കുറച്ച് ബിസിയായി പോയി ജീനിക്കുട്ടി, അതുകൊണ്ടാ. ആ ഇതാര് ലൂണമോളോ? ജൂണങ്ങളെ അങ്കിൾ ടൂറൊക്കെ കഴിഞ്ഞ് എപ്പം വന്ന്? ഒന്നും പറയണ്ട എൻ്റെ മോളെ. എൻ്റെ ആൻറ്റി ഉണ്ടല്ലോ, ഇവൾ എനിക്കൊരു സമാധാനം തന്നില്ല. പിന്നെ അപ്പോഴേക്കും തിരിച്ചു പോരേണ്ടി വന്നു. അത് കൊള്ളാം. അല്ല, ടാനി എന്തേ? അവരച്ഛനും മോനും കൂടെ പുറത്തു പോയേക്കുവാ. അച്ഛനും മോനോ? അതാരാ? വേറെ ആരാ, നമ്മുടെ ടെവിയും ഡാനിയും തന്നെ. ഓ, അങ്ങനെ. എന്റെ പൊന്നു മോളെ, മനുഷ്യൻ ഇങ്ങനെ മാറ്റം വരുമോ? ഇപ്പൊ കുളിക്കാൻ പോയാലും ഡാനി, കഴിക്കാൻ പോയാലും ഡാനി, ഉറങ്ങാൻ പോയാലും ഡാനി, എന്തിനും ഡാനി. എന്നിട്ട് വരുന്ന കാര്യം നീ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ. അതെന്തിനാടാ വരുന്ന കാര്യം അവള് നിന്നോട് പറയുന്നേ? അത് പിന്നെ ആന്റി അന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പം പറഞ്ഞായിരുന്നു വരുമ്പോ പറയണം എന്തോ എനിക്ക് ട്രീറ്റ് തരാന്നൊക്കെ. ആ ജൂണിട്ടു. നോം എല്ലാം അറിയുന്നു ജീനി. എന്ത്? ടാനി ബേ, വാ വാ വാ. ആന്റി ഞങ്ങൾ ഇവിടെ കാണുവേ. ശരി മോളെ. ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തിനാ മമ്മി? അല്ല, അവളെ എന്റെ മരുമോളാക്കാനായിട്ടേ. ഒന്ന് പോ മമ്മി. ലൂണ ഞാനും വരുന്നു. ചെല്ലു ചെല്ലു. ലൂണ ടെവി ഇവിടെ ഇവിടെ. ധാനു ഇനി പോന്നോ? എന്താ പറ്റി? ഏ പപ്പയും മമ്മി ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടുന്നു. അങ്ങനെ സംസാരം കേട്ടട്ടാ. ഓ അത് ഞാനും നീ തമ്മിൽ കോണ്ടാക്ട് ഉള്ള കാര്യം ആയിരിക്കാൻ കൊള്ളാൻ അറിയത്തില്ലല്ലോ, അതാ. ആ അതും ശരിയാ. അതല്ല, ഇന്ന് രാവിലെ നീ എന്നെ വിളിച്ചിട്ട് ഒന്നും പറയാതെ പെട്ടെന്ന് വെച്ചല്ലോ, അതെന്താ? ഓ, അതിനെ പറ്റിയൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. രാവിലെ തന്നെ കുറെ പേര് ഒരുങ്ങി കെട്ടി വീട്ടിലോട്ട് വന്നെങ്കിൽ പെണ്ണ് കാണാനാന്ന് പറഞ്ഞിട്ട്, അതാണ് കാര്യം. പെണ്ണ് കാണല്ലോ? നിന്നെയോ? ആയി ശരി, അതെന്താ, ഞാൻ അത്രയ്ക്ക് മോശമാണോ? എൻ്റെ അമ്മേ, എനിക്ക് എൻ്റെ ചിരി കൺട്രോൾ ചെയ്യാൻ വയ്യ. എന്റെ പൊന്നി, ഞാൻ വെറുതെ പറഞ്ഞ. ഓ, അയിന് എന്റെ പൊന്നിലൂടാ, ഞാൻ വെറുതെ പറഞ്ഞ. എന്റെ മുത്തല്ലേടി. അതൊക്കെ പോട്ടെ, എന്നിട്ട് എന്തായി? എന്താവൻ, അവര് വന്നു, ചേറിലിരുന്നു, ചായ കുടിച്ചു, ലഡു കഴിച്ചു, എന്നിട്ട് എണീറ്റ് പോയി. അപ്പം അതും നീ കൊളവാക്കി അല്ലേ? അങ്ങനെയും പറയാം. സത്യം പറഞ്ഞാ എനിക്കൊരാളെ ഇഷ്ടമാടാ. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഇത്രയും നാളും എന്റെ ചങ്കായിട്ട് കൂടായിരുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. സപ്പോസ് ഇപ്പൊ നീ ആണെങ്കിൽ നിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ഇവൻ നീ എന്താ പറഞ്ഞേ? നീ എന്തുവാ ശരിക്കും പറഞ്ഞേ? ഞാൻ കേട്ടില്ല. മക്കളെ, എന്തുവായിരുന്നു പരിപാടി? ആ ആന്റിയോ? ഒന്നില്ല ആന്റി, ഞങ്ങള് വെറുതെ ഇവിടെ. എന്താ മമ്മി, എന്തായാലും കാര്യമുണ്ടോ? എന്നാടാ ജെറി. അയ്യോ, ഇവനെന്ത് കുതിരയോ? അല്ല കുതിരയോ? ഇവനെന്ത് ഓടുന്നേ? ജെറി വിളിച്ച അവൻ കുതിരയല്ല മയില് വരെയാവും. അത് കൊള്ളാലോ. അതെന്താ അങ്ങനെ? അതോ, പണ്ട് തൊട്ടേ തെറിയും ചെവി ഒറ്റക്കെട്ട. താനീ മിക്കറും ഇല്ലാതെ ഇവിടെ വാ. അനി എന്തോ ആന്റി പറയുന്നേ? അയ്യോ, തിരിഞ്ഞു പോയല്ലേ. തെറി, ഓ സോറി. താനീ ചെളി കളിക്കാതെ ഇവിടെ വാ. എന്റെ പെണ്ണാന്റി, ആന്റി ഒരു കോമഡി പീസ് തന്നെ. അല്ല, ആന്റി പറഞ്ഞു വന്നത് തെറിയും ചെവിയും. ഓ, തെവിയും ചെറിയും. നിനക്കും തെറ്റിയല്ലേ. ഇതാ മോളെ ഇവിടുത്തെ പ്രശ്നം. ആ ജൂണാട്ടന്റെ കൂടെ ഇരുന്നാ മതി, ഉള്ള കളിയും കൂടെ പോകും. അതുകൊണ്ട് തെറി വരും. ഓ, തെവി വരുന്നു. ആരാ ഇവിടെ തെറി വിളിച്ചത്? സത്യം പറ. എടാ വാഴേ. എന്തോ എന്താ മമ്മി? കണ്ടോ മോളെ, അവൻ തന്നെ സമ്മതിച്ച വാഴയാന്ന്. വാഴ പപ്പ. ആ പപ്പ, അതാ പറഞ്ഞേ, പപ്പ വാഴ. നിങ്ങളുടെ വഴക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അത് ശരി. അപ്പൊ ഇത്രയും നേരം നീ ഇവിടെ ഷോയും കണ്ടോണ്ട് നിൽക്കുമായിരുന്നോടി?
ഇതെന്താ കാലിലൊരു നനവൊക്കെ അത് വെള്ളത്തിൽ വെള്ളമാണ്. അയ്യേ മുള്ളി. കണ്ടോ, ടാനിക്ക് കക്കൂസിന്റെ കാര്യം മനസ്സിലായി. ഡേ പപ്പയും മമ്മിയും പോരാഞ്ഞാട്ട് നീയും കൂടെ എനിക്ക് ഇട്ട് താങ്ങുമല്ലേ? സോറിടാ. എന്റെ പൊന്നമ്മ ഇനി 10 വട്ടം കുളിച്ചിട്ട് അകത്തോട്ട് കയറിയാൽ മതി കടല്ലോ. മമ്മി ബാത്റൂം അകത്താണ്, ഞാൻ അങ്ങനെ കുളിക്കാൻ അവിടെ നിന്ന്. കിണറ്റിന്ന് വെള്ളം കോരി കുളിയടാ വൃത്തികെട്ടവനെ. ബാ മോളെ നമുക്ക് പോവാം. ടാനി ബാ 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 പോവാ. ഓടടാ നീ ഓട്, നിനക്കൊള്ള ഞാൻ വെച്ചിട്ടുണ്ട് വൃത്തികെട്ടവനെ. അയ്യേ ടെവി പെട്ടെന്ന് വിളിച്ചിട്ടാ കേട്ടോ. നമുക്ക് എന്നിട്ടൊന്ന് പുറത്തു വരെ പോണം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പല്ലി. നീ കുളിച്ചിട്ടൊക്കെ വന്നോടാ? നിന്റെ മണ്ടയ്ക്ക് താനി മുള്ളി നഴട്ടല്ലോ, സത്യമാണോ? എനിക്ക് വയ്യ, സ്ഥിരം എനിക്കാ കിട്ടാറ്. ഇപ്പൊ നിനക്ക് കിട്ടിയല്ലേ, സന്തോഷം. നീ കുളിച്ചിട്ട് വന്നോ? നമുക്ക് പോവാം. ചെല്ലി ചെല്ലി ചെല്ലടാ പെട്ടെന്ന് പോയാളെ വളച്ചിട്ട് വാ. ഈ മമ്മിയെ കൊണ്ട് ഒന്ന് പോവാൻ വേണ്ടിട്ട്. ടെവി ബാ പോവാം. ടാനി ഞാൻ പോവാണേ, നിനക്ക് ഞാൻ വന്നിട്ട് വരാം കേട്ടോടാ കുട്ടി പിശാസേ. എന്ത് രസമാണ് നിങ്ങളുടെ ഫാമിലി. കളിയും ചിരിയും വഴക്കും, എക്സ്പെഷ്യലി ജീനി മമ്മി. സോറി ജീനി ആൻറ്റി. എന്തോ ചിലപ്പം ചെറുപ്പത്തൊട്ട് എനിക്ക് അമ്മയുടെ സ്നേഹമൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ആൻറ്റീനെ ഒരുപാട് ഇഷ്ടം. ശരിക്കും താൻ ആൻറ്റീന്നൊന്നും വിളിക്കണ്ട, താനും മമ്മിയും മമ്മീന്ന് വിളിച്ചാൽ മതി. മമ്മിക്ക് അതാ ഇഷ്ടം. അവിടത്തേക്ക് വരുമ്പോഴത്തേക്ക് ഭാഗ്യ ജീനി മമ്മീനെ പോലെ ഒരു മമ്മീനെ കിട്ടത്തില്ലേ, അതുകൊണ്ട്. മമ്മി വെറും പാവമാടും. എനിക്കൊരു കാര്യം അറിയോ, എന്നെയും ചെറിയനെയും മമ്മി ഒരേപോലെ നോക്കിയിട്ടുള്ളത്. ചെറിയുടെ പപ്പയും മമ്മിയും അവൻ്റെ ചെറുപ്പത്തിലേ മരിച്ചു പോയത്. അവന് 1 വയസ്സുള്ളപ്പോൾ അങ്ങോട്ട് മരിച്ചു പോയതാണ്. അതിനുശേഷം വല്യമ്മച്ചിയെ അവനെ വളർത്തിയത്. പിന്നെ വല്യമ്മച്ചി എടുത്തു വന്ന് മമ്മി അവനെ കൊണ്ടുവന്നു. പിന്നെ അവൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. കൊച്ചിലേ തൊട്ട് അവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ചില സമയത്തൊക്കെ എനിക്ക് അവനോട് നല്ല അസൂയ തോന്നും. മമ്മി ഓവറായിട്ട് അവനെ കെയർ ചെയ്യുന്നോ, എന്നെക്കാട്ടിലും കൂടുതൽ അവനെ സ്നേഹിക്കുന്നോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മമ്മി അവനെ കെയർ ചെയ്യുന്നതും അവനെ ഒരുപാട് സ്നേഹിക്കുന്നതും. കാരണം ചെറിയ സോ സ്പെഷ്യൽ ഫോർ മീ. മമ്മി ഇന്നേ വരെ എന്നെയോ അവനെയോ എന്തിനും പപ്പയെ പോലും ഒരു വാക്കുകൊണ്ട് പോലും സങ്കടപ്പെടുത്തിയിട്ടില്ല. താനും ഇനി മമ്മിയെ സ്വന്തം മമ്മിയായിട്ട് കണ്ടാൽ മതി. ഒരമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഇനി കേൾക്കരുത്. മമ്മിക്കും അത് തന്നെയാണ് ഇഷ്ടം. താൻ മമ്മി സ്വന്തം മമ്മി പോലെ കണ്ടാൽ മതി. താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എന്തിനാടോ? അല്ല തനിക്കിപ്പോൾ എങ്ങോട്ടാ പോകണ്ടേ? മോൾ കഴിഞ്ഞില്ലേ ഷോപ്പിംഗ് ഒക്കെ? ഇനി പോവാം. ലൂണ 1 മിനിറ്റ്, ഐ വിൽ ബി ബാക്ക്. ഓക്കെ. യാരിത് ചെറിയെണ്ണ? മാറി, ചെറിയല്ല ജെറി കേട്ടല്ലോ. ആയി ശരി. ഇയാളെപ്പോഴാടോ വരുന്നേ? ഒന്നും കൺഫേം ആയിട്ടില്ലടാ. പറ്റുവാണെ പെട്ടെന്ന് തന്നെ വരും. അപ്പം യു പറഞ്ഞു വരുന്നത് എൻ്റെ കണ്ടകശനി പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് പിടിച്ചിങ്ങെത്തുമെന്നാണല്ലേ? തൽക്കാലം ഇപ്പം അങ്ങനെ ഇരിക്കട്ടെ. ഡാ അതല്ല, നീ പറഞ്ഞോ അവളോട്? ഇല്ലടാ, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഉണ്ടല്ലോ, ഇടയ്ക്ക് അവളുടെ വായിന്ന് എനിക്ക് കേട്ട പോലെ തോന്നി അവൾക്ക് ആരെയോ ഇഷ്ടമാണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ പറ, ഇല്ല കാര്യം കഴിയുന്നു. ഞാൻ അവളുണ്ടായിരുന്നെങ്കിൽ ഞാനായിട്ട് പറഞ്ഞേനെ. പക്ഷേ ഇപ്പം ഞാനിതില്ലല്ലോ. പറയണം. എടാ ഞാനെനിക്ക് നിന്നെ പിന്നെ വിളിക്കാം. ഞാൻ എന്നിട്ടിപ്പോൾ ലോണായിട്ട് ഇവിടെ മോളിൽ നിൽക്കുക. തിരിച്ച് വീട്ടിൽ ചെല്ലട്ടെ, ഞാൻ വിളിക്കാവേ. ശരിയടാ, എങ്കിൽ ബൈ. ആരായിരുന്നു കോളില്? വല്ല പെമ്പിള്ളാരാണോ? പെമ്പിള്ളാരോ? അത് ജെറിയായിരുന്നടോ. ഓ ജെറിച്ചായനോ? ഇച്ചായനോ? അവനെങ്ങനെ നിനക്കറിയാ? പുള്ളി ഒരിടയ്ക്ക് നാട്ടിലുണ്ടായിരുന്നല്ലോ, അപ്പോ പരിചയപ്പെട്ടു, അങ്ങനെ അറിയാം. ഇങ്ങനൊക്കെ സംഭവിച്ചോ? ഇതൊക്കെ എപ്പോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ബാ നമുക്ക് പോകണ്ടേ? ടൈം കുറേ ആയി, എനിക്ക് വീട്ടിൽ കയറണം. വാ നിനക്ക. എന്റെ പൊന്നിട്ട് ഇവിടെ ഇപ്പൊ ഡോക്ടേഴ്സ് തട്ടിട്ട് നടക്കാൻ മേല. ഓ മമ്മിക്ക് എന്താ, അവന് കളിക്കാനല്ലേ? ഇവൻ ചേഞ്ച് സാച്ചി, പഴയതുപോലെ തന്നെ മതിയായിരുന്നു. അല്ല മമ്മി, നമ്മുടെ ലൂണയ്ക്കും ചെറിക്കും തമ്മിൽ നേരത്തെ അറിയായിരുന്നോ?
അറിയായിരുന്നോ? നല്ല കൂട്ടായിരുന്നു രണ്ടുപേരും. അവൻ ഇടയ്ക്ക് ഇവിടെ വെക്കേഷൻ വന്നില്ലായിരുന്നോ? അപ്പൊ പരിചയപ്പെട്ടതാ രണ്ടുപേരും. ആ എടാ മോനെ എന്താ പറ്റി? ഏയ് ഒന്നുമില്ല. ടി വി അതിനും വീട്ടടാ, അത് പോയി ഫുഡ് വല്ലതും കഴിക്കട്ടെ. നീ ഫുഡ് കഴിച്ചില്ലേ? ബാ ഞാൻ എടുത്തരാം നിനക്ക്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാനെൻ്റെ സ്റ്റഡീസെല്ലാം കംപ്ലീറ്റ് ആക്കി. ടാനി, പപ്പി, മമ്മി, പിന്നെ ലോണി, ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം. ലൂണ നീ എവിടാ? ഞാനിവിടെ വീട്ടിലുള്ള എന്താ പറ്റി? നീ വേഗം ഒന്ന് വീട്ടിലോട്ടൊന്ന് വന്നേ. എന്താടാ എന്താ പറ്റി? ഓ അതൊക്കെ ഞാൻ പറയാം, നീ ഒന്ന് വേഗം വാ. ഹലോ ഹലോ ഡാ കർത്താവേ, എന്താണോ? ടെവിയുടെ വാതിലോർക്ക് ദാ. ടെവി ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡി പല്ലു കുഞ്ഞേ. വാ മോളെ, കേക്ക് മുറിക്ക്. അച്ഛടാ, ഇതാര്? ഇത് ചുന്ദരൻ ടാനിക്കുട്ടനോ? എന്തിത് തല ക്യാപ്പൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇവന്റെ വട്ടാ മോളെ. ഞാനിപ്പോ വരാവേ. ലൂണയെ ഓ പോയോ? എന്താടാ എന്താ പറ്റി മോള് പോയേ? ആ അറിയില്ല മമ്മി, ഒരു കോള് വന്ന് പോയതാ അവള്. പക്ഷെ ഇത്രയും നേരമായിട്ട് ഇവള് കാണുന്നില്ലല്ലോ. ഇവിളിത്തെ എവിടെ പോയതാ? ഓ ഇവളിത് എന്തോന്നാ, ഫോണും എടുക്കുന്നില്ലല്ലോ, നാശം. ടെവി നീ അവിടെ എന്തെടുക്കാ? നീ എങ്ങോട്ടേ പോന്നേ? ഓ അവളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല മമ്മി, ഞാൻ അവളെ ഒന്ന് നോക്കി വെച്ച് വരാം. ആ ശരി ശരി. ആ മമ്മി പിന്നെ ആ ഡോറൊന്ന് ലോക്ക് ചെയ്തേക്ക്. ടാനി എൻ്റെ റൂമിലുണ്ട്, അവൻ വേണം എൻ്റെ പുറകെ കൂടി വരും. പക്ഷെ ഈ പെണ്ണ് ഇത് വിളിച്ചിട്ട് ഇതെന്താ എടുക്കാത്ത? ലൂണോ പിക്കപ്പ് കോൾ. പക്ഷെ ഇവിടുത്തെ എന്തോന്ന്, എവിടെ പോയേക്കുവാ? ഇവനെന്തിനാ ഇങ്ങനെ കിടന്ന് പറിക്കുന്നേ? എന്റെ പൊന്നു ജീനിയെ ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അവന് വല്ല അർജന്റായിട്ടായിരിക്കും. അയ്യോടാ ഓടാടടാ. താനിടാ നിക്കടാ. നിക്കടാ, വയസ്സാങ്കാലത്ത് എന്നിട്ട് ഓടിക്കാതെ. ഇങ്ങോട്ട് ഓട് മനുഷ്യ, അതുകൊണ്ട് അവൻ ഓടുന്നു. ഇതാ നിക്കവിടെ താനി. ഇവളിത് എവിടെ പോയതാ? അയ്യോ വിളിക്കുന്നുമില്ല. ഇനി വേണം ഇങ്ങോട്ട് വിളിക്കട്ടെ. തനിക്ക് എന്തോന്ന് കണ്ണ് കാണത്തില്ല? തന്റെ കണ്ണിന്റെ അകത്ത് കുരുവോ?
ഇതിൻ്റെ അതെന്ത് കുരുവോ? ഇപ്പം ഞാൻ പിടിച്ചില്ലെന്നെ കാറിനടി ഇപ്പം സ്റ്റിക്കറായനെ. ഹലോ, തന്നോടാ വല്ലതും കേൾക്കുന്നുണ്ടോ? എടോ, ഞാൻ പറഞ്ഞ വല്ലതും താൻ കേട്ടോ? ആ കേട്ട്. എക്സ്ക്യൂസ് മീ. ടാനി, നീ എന്താ ഇവിടെ? എങ്ങനെ? ടാനി, അയ്യോ അയ്യോ നിന്നോട്ടോ, എനിക്കിന്ന് വയ്യ ജിനി. മമ്മി എന്തിനാ നിങ്ങൾ ഓടുന്നേ? ഇവരിതെങ്ങനെ ഇവിടെ വന്ന്? എടാ മോനെ, ഈ കുരുത്തം കെട്ടവൻ ഡോറ് പറഞ്ഞപ്പോ ഇറങ്ങി കൂടി. അങ്ങനെ വയസ്സെന്നാൽ തന്നെ നിന്നിട്ട് വെറുതെ ഇവരിട്ട് ഓടിച്ച്. ആ വെസ്റ്റ്, ഞാൻ പറഞ്ഞാണ് ഡോർ ലോക്ക് ചെയ്യണമെന്ന്. ഇടാ മോനെ, എന്തൊരു കൊരയായിരുന്നു അറിയോ അവിടെ കിടന്നു. കൊരകര എന്റെ പൊന്നി, അങ്ങനെ ഒന്ന് തുറന്നു കൊടുത്തതാ. മോളെ, നീ എന്താടി ഇവിടെ? നീ എപ്പോ വന്ന്? അതോ ആൻറ്റി. ആന്റി, ടെവി, അങ്കിളെ, നിങ്ങളെല്ലാം എന്താ ഇവിടെ? ലൂണാച്ചി, ഞാൻ വന്ന്. ഉറങ്ങുമ്പോതും ഇവനിൻ ഗവനം ഉറങ്ങിപ്പോകാതെ കനവിൽ കൂട കാവൽ ചെയ്യും കടமை മറവാതെ ഉലകമേ ഇവളെന ഇവൻ വാഴും അഴകை പാരടാ മകളെന വളக்கிறான் இவன் உயரம் குறைந்த தாயடா இவனின் அன்பை அறிந்திட எந்த மொழியும் போதாது. അയ്യോ, നിന്നെ നോക്കി ഞാൻ അപ്പുറത്തേക്ക് പോയിരുന്നു. നീ എൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് വന്നോ? ഞാൻ നിന്നെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തപ്പോൾ തന്നെ ഇവിടെ ഒരാൾ ആത്മഹത്യാ ശ്രമം. പിന്നെ അതിനെ രക്ഷിക്കാൻ പോയതാ. ആത്മഹത്യാ ശ്രമോ? അതാരാ? You mean suicide? Oh my gosh. ആ, അത് തന്നെ. ഓ മൈ ഗോഷ്. നിക്ക് വെയിറ്റ്, ഇവിടെ ഇപ്പൊ എന്താ നടക്കണേ? ഓ, എല്ലാം വീട്ടിൽ പോയിട്ട് സംസാരിച്ചാ പോരെ? ഇങ്ങോട്ട് വാ എല്ലാരും. മോളെ എലീസ, ബാ. ലൂണ, ബാ. എടാ കുരുത്തം കെട്ടവനെ, ടാനി ചുക്കുടു നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടാ. ഡാ, മര്യാദയ്ക്ക് അടക്ക്, ഇല്ലെങ്കിൽ വടി വെട്ടി നിന്റെ ചന്തിക്കടിക്കും ഞാൻ. ഓ വേണ്ട മമ്മി, പാവം വടി കിടന്ന് ഉറങ്ങിക്കോട്ടെ, വെറുതെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? അല്ല മോളെ, നീ എന്തു പറഞ്ഞേ? ആരും ഇവിടെ ആത്മഹത്യ ചെയ്യാൻ പോയേ? അതോ, അത് ആൻറ്റിയുടെ മോനാണെങ്കിൽ ഒരു വണ്ടിയുടെ അടി സ്റ്റിക്കർ ആയനെ. അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് രക്ഷിച്ചു ഞാൻ. ഓ, അങ്ങനെ. അവന് വേണ്ടി ഇപ്പോഴും മനസ്സിലായിട്ടില്ല മോളെ നീ ആരാന്ന്. ടെവി, ഇതാണ് എൻ്റെ എലി. ഡീ, ഇതാണ് എൻ്റെ എലീസ. ആന്റി പറയുന്നത് എൻ്റെ വാല്. ടാനിക്ക് എന്നെക്കാളും കൂടുതൽ അടുപ്പം അവളോട്. അതുകൊണ്ടല്ലേ ആന്റി ഇപ്പം അവളുടെ കീഴിൽ ഇരിക്കുന്നത്. ഐ ശരി. അല്ലടാ മോനെ, നീ എന്തിനു ചാവാൻ പോയേ? ഓ ഒന്ന് പോവാ, അത് ഞാൻ ഈ കുരിപ്പിനെ തപ്പി വന്നതാ. അപ്പോഴാ ഇതെന്താ മടിയിലൊരു ചൂട്. അയ്യേ, വീണ്ടും മുള്ളി. ഇവന്റെ നിക്കറും മുഴുവൻ അസുഖം ഇതുവരെ മാറിയില്ലേ? ഓ, ഇങ്ങേര് പപ്പയായി പോയില്ല, ഞാൻ കാണിച്ചു തന്നേനെ. നോ താങ്ക്സ്, എനിക്കൊന്നും വേണ്ട. നിന്റെ പ്രോപ്പർട്ടി നീ തന്നെ വെച്ചു. ഒന്ന് പോവാ, ഞാനല്ലാതെ ഇവൻ. ആ ദേവി, ഞാൻ എണീറ്റോ. എന്നിട്ട് പോയി 10 വട്ടം കുളിച്ചിട്ട് അകത്തോട്ട് വന്നാൽ മതി. മമ്മി പപ്പാ, പോടാ. ടിവിക്ക് പെറ്റ്സിനെ ഇഷ്ടമെന്നല്ലേ ആൻറ്റി പറഞ്ഞേ? അത് തന്നെ മോളെ എനിക്കും അറിയാത്ത. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്. പെറ്റ്സിനെ തീരെ ഇഷ്ടമല്ലാന്ന് വെച്ചാൽ അവന് അതിനെയൊക്കെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഒരു പൂച്ചയെ കണ്ടാലോ ഒരു പട്ടിയെ കണ്ടാലോ അവൻ ആട്ടിപ്പായിക്കുന്നതല്ലാതെ അതുങ്ങളെ കീഴിലോട്ട് പോലും അടുപ്പിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ അവൻ്റെ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പോലും അത് വിശ്വസിക്കാൻ വയ്യ. ആദ്യം എനിക്കും നിന്റെ സെയിം ഡൗട്ടായിരുന്നു എലീസ. പക്ഷെ ഉണ്ടല്ലോ, പിന്നീട് ടാനിയുടെയും ടെവിയുടെയും സ്നേഹം കാണുമ്പോൾ എന്തോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് പലപ്പോഴും. മനുഷ്യനേക്കാൾ 100 മടങ്ങ് സ്നേഹമാണ് നായകർക്ക് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഞാനത് കണ്ടുകൊണ്ടിരിക്കുക ടെവിയുടെയും ടാനിയുടെയും കാര്യത്തിൽ. ശരിയാ മോളെ, ടെവി ആണെങ്കിൽ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ടാനിയെ കൊണ്ട് നടക്കുന്നത്. പലപ്പോഴും എന്തോ എനിക്കും തോന്നിയിട്ടുണ്ടത്. ടെവി എത്രത്തോളം ടാനിനെ അവോയ്ഡ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഞാൻ മിക്കപ്പോഴും എനിക്കാണെങ്കിൽ കരച്ചിൽ വന്നിട്ടുണ്ട് ഇവനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന കാണുമ്പോൾ. എന്ന് വെച്ചാൽ ടാനി ടെവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ടെവി അവനെ ഓടിച്ചിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ടാനിയെ കാണാണ്ടൊരു നിമിഷം അവന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളോടൊക്കെ ഉള്ളതിനേക്കാളും ഒരു 100 മടങ്ങ് ഇരട്ടി സ്നേഹമാണ് ടാനിക്ക് ടെവിയോട്. പക്ഷേ അവൻ എന്ത് ചെയ്തിട്ടാന്ന് എനിക്കറിയത്തില്ല. ടാനിക്ക് വയ്യാണ്ടായപ്പോൾ ടെവി അത്രത്തോളം അവനെ കെയർ ചെയ്തു. ചിലപ്പോൾ അപ്പോഴായിരിക്കും ശരിക്കും ടെവിക്ക് ടാനിയോടുള്ള ഒരു സ്നേഹം
അവനെ തന്നെ മനസ്സിലായി കാണും. ശരി ആൻറ്റി, ഈ ഡോഗ്സിൻ്റെയൊക്കെ സ്നേഹത്തിന് പകരം വെക്കാനായിട്ട് വേറെ ഒന്നിനും പറ്റത്തില്ല. എത്രയൊക്കെ നമ്മൾ ആട്ടിപ്പായിച്ചാലും നമ്മുടെ പുറകിന് വാലാട്ടി വരുന്നവരുടെ മനസ്സുണ്ടല്ലോ, അതാണ്. എത്രയോ ആൾക്കാരുണ്ട് ഈ പെറ്റുകളോടൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇത്രയ്ക്ക് ഹാർഷായിട്ട് പെരുമാറുന്നത്. സത്യം പറഞ്ഞാൽ അവരെയൊക്കെ കാണുമ്പം വെറുപ്പാണ്. എന്തായാലും ഇപ്പം ടാനി കാരണം ദേവിക്ക് മറ്റുള്ള മീണ്ട പ്രാണികളോടുള്ള ദേഷ്യം എല്ലാം മാറി. ഇപ്പം എല്ലാത്തിനോടും നല്ല സ്നേഹം അവന്. മമ്മി ഞാൻ വന്നു. അയ്യേ നാറുന്നു. ഓ ഇങ്ങേര്. ലൂണ, നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടേ? പിന്നെ വേണ്ടേ? എവിടെ? താ. ഇതെന്താ? ഇപ്പോഴേ തുറക്കരുത്, പിന്നെ പറയാം, അപ്പൊ തുറന്നാൽ മതി. അതെന്താ? ഇതൊക്കെയുണ്ട്, നീ പറയുന്ന അങ്ങോട്ട് കേൾക്കാം. എടോ എലിസ, താനെന്നെ കൂടെ വരാവോ? ഒരു കാര്യം പറയാനുണ്ട്. ആ ഇതാ വരുന്നു. ലൂണ, നീ ഇവിടെ നിൽക്കുക, ഞങ്ങളിപ്പം വരാം. ഇവനെന്തോ എന്നോട് പറയാതെ അവളോട് മാത്രം പറയാനുള്ള കേട്ടാ. പ്രപ്പോസാ? വെക്കാതെ പെണ്ണേ, ആ പ്രപ്പോസ് തന്നെ. ഞാൻ പറയുമ്പോൾ നീ അവളെ എങ്ങനെയും നിനക്ക് കൊണ്ട് വന്നാ മതി. ഓക്കെ സെറ്റ്, ഞാൻ നീറ്റത്. അവളുടെ മനസ്സിലും ഇതൊക്കെ തന്നെ, അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ശരിക്കും? സത്യമാണോ? ആടോ സത്യ. ഇടയ്ക്ക് ഇതുപോലെ വിളിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞായിരുന്നു അവൾക്ക് ഇഷ്ടമാണ്. എങ്കിൽ ഇന്നത് പറയിപ്പിക്കും. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും കൂടെ കാണും. ഹലോ എലീസ, എന്തായി? പ്രശ്നമൊന്നുമില്ല, അവൾക്ക് ഇതുവരെ ഡൗട്ടൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ എവിടോട്ടേ പോണേ? നീ എന്തേലും ഒന്ന് പറയാവോ? കൊഞ്ചം നേരം വെയിറ്റ് പണ്ണുങ്ക കുട്ടി. സത്യം പറയടി, നീ എന്റെ വീണ്ടും എന്തോ പ്ലാൻ ചെയ്തേ? ഞങ്ങളെന്ത് പ്ലാൻ ചെയ്യാനാ? നിനക്ക് എന്താ വേണേ? ഓക്കെ, സ്ഥലവെത്തി ഇറങ്ങിക്കോ. ഇവിടെ എന്താ? ചെല്ല്, നേരെ ഇങ്ങോട്ട് നടന്നില്ലേ? നിൽക്ക് വെയിറ്റ് ഇത് പിടി, എന്നിട്ട് പോക്കോ. ഇത് ഗിഫ്റ്റല്ലേ? ഇതെന്താ? ഓ, നീ അങ്ങോട്ട് നടന്നില്ലേ, അപ്പം മനസ്സിലാവും ഇതെന്തിനാണ്. കർത്താവേ, ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇവളെവിടെ? ലൂണ, ലൂണ, ഐ ലവ് യു. എനിക്കിഷ്ടമാണോ തന്നെ ഒരുപാട് പറയാൻ പേടിയായിട്ടാണോ ഞാൻ ഇത്രയും നാളായിട്ടും പറയാഞ്ഞത്. പിന്നെ അന്ന് വന്ന് കണ്ട പരിചയമല്ലാതെ പിന്നെ ഫോൺ കോളും മെസ്സേജസും ഇതൊക്കെയല്ലേ ഉള്ളൂ. പക്ഷേ ഞാൻ നീയോട്ട് ഒരുപാട് കംഫോർട്ടബിളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. പറയാൻ മാത്രം പറ്റിയില്ല എന്നേ ഉള്ളൂ. നീ എൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ ഒന്നും എനിക്കറിയത്തില്ല. നീ എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ I don't know what to say. ലൂണ, ഞാൻ നീ ഒന്നും പറയണ്ട. ഐ ലവ് യു. അതോട്ടാ. ലൂണ, നീ എന്ത് കാണിക്കുന്നു? ലൂണ,
ഞങ്ങളിവിടെ ഉണ്ടേ, ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ അങ്ങോട്ടൊന്ന് വരായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എലീസ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എങ്കിലും ഞങ്ങൾ സിംഗിൾസിനെ ഇങ്ങനെ അപമാനിച്ചാൽ അത്ര ശരിയായില്ല കേട്ടോ. ഞങ്ങൾ രണ്ടും ഇവിടെ ഉണ്ടെന്നൊരു ബോധം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വിഷമമായി. എങ്കിലും ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടും പ്രേമിച്ചു അല്ലെ ചർച്ചയായ? ഇച്ചായനാ ഇതൊക്കെ എപ്പാ? ഒന്ന് പോയില്ലേ? അങ്ങനെ അവരുടെ പ്രണയം അവിടെ ആരംഭിച്ചു. പുറകിന് കുട പിടിക്കാൻ ഞാനും എലീസയും. അങ്ങനെ കുട പിടിച്ച് ലാസ്റ്റ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. കൊച്ചിർക്ക് ഇങ്ങോട്ട് എന്തോ നാടാ വെറുതെ. ഓ ശവം. എടാ അതല്ല, എനിക്ക് നാളെ ഒന്ന് കാണാൻ പോകണം. അതിനെന്താ, ബാ പോവാ, ഇപ്പൊ തന്നെ പോവാ. ഇപ്പൊ ചെന്ന് കയറി കൊടുത്തോണ്ട് അപ്പനെ അവിടെ കാണും. പിന്നെപ്പോഴാ? രാത്രി. പോടാ മാറി, ഞാനില്ല. ഓഹോ, നീ വരും എൻ്റെ കൂടെ? ഞാൻ വരൂല്ല നിന്റെ കൂടെ. അന്നില്ല ഇന്നലെ നടന്ന സംഭവം ഞാനങ്ങ് എല്ലാരോടും പറയും. ജീനി മമ്മി നിന്നെ തട്ടും. ജീനി മമ്മി എന്നെ പറയല്ലേ. അപ്പൊ ഇങ്ങനെ പോവില്ലേ രാത്രി? കോപ്പ് പോകാം. ശബ്ദം ഉണ്ടാകാതെ ഫോളോ മീ. എടാ എനിക്ക് മുള്ളാ മുട്ടുന്നു. നാശം, ആ സൈലങ്ങനെ പോയി നോക്കടാ. ആ ഓക്കെ, താങ്ക് യു ബ്രോ. ഞാൻ പോയി മുള്ളിട്ട് വരാം. Come on, follow me. ഓ കുന്തം, അവൻ പോയായിരുന്നല്ലോ. എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഫോളോ മീ. കാറ്റേ നീ വീശരുതിപ്പോ, കാറേ നീ പേരുതിപ്പോ. എന്തൊരാശ്വാസം മുള്ളി കഴിഞ്ഞപ്പോൾ. ഇതെന്തോന്ന് രണ്ട് സാധനം തിളങ്ങുന്നു. എന്തെന്ത് കണ്ണോ? അമ്മേ പട്ടി. ആരും കണ്ടില്ലല്ലോ അല്ലേ? ഇവനിവിടുത്തെ എവിടെ പോയി കിടക്കും? ഇവനെന്തോ മൂത്രം ഉണ്ടാക്കി ഒഴിക്കാൻ പോയതാണോ? അയ്യോ ഓടി വരണേ. എടാ ചെറി വന്ന് രക്ഷിക്കടാ. ഓട് പട്ടി, എൻ്റെ പൊന്നു പട്ടി പോ. അമ്മച്ചിയേ, അയ്യോ പോ പട്ടി, പട്ടി, അമ്മേ പട്ടി. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരില്ലെന്ന്? അമ്മച്ചി, എന്റെ പണി, നീ എന്താ മനുഷ്യനെ കൊല്ലാനായിട്ട് വന്നതാണോ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വരണ്ടാന്ന്? കണ്ട, ഇല്ലാത്ത മതിൽ ചാടി ഇവിടെ വരെ വന്ന് ഞാൻ ആരായി? ഇപ്പൊ എങ്ങനെ ഇരിക്കാണ്? തേങ്ങാ കൊല. ഇങ്ങോട്ട് വാട, എലീസയുണ്ട്, അവിടെ കാണല്ലോ. അമ്മച്ചിയേ, ഈ പട്ടി പോകുന്നില്ല. അയ്യോ പോ പട്ടി, ഉള്ളവന്റെ പുറകിന് പോയി ഓട് പട്ടി. അമ്മേടാ ചെറി നാറി, എവിടാടാ നീ? അപ്പം എങ്ങനാ തരുവല്ലേ? എന്തോന്ന് തരാൻ? ഒന്ന് പോയടാട്ടി. ലൂണ, എന്തുവാടി? ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ? അയ്യോ ഈ നാശം പട്ടി എന്റെ പുറകിന് പോകുന്നില്ലേ. എടാ പട്ടി പോടാ പട്ടി. അയ്യോ അമ്മേ, ഇതേതാ ഈ സ്ഥലം? ഇതെന്തോന്ന്, ടിപ്പു സുൽത്താന്റെ കോട്ടയോ? എന്ത് വളരും പോവട്ടി, ഞാൻ രക്ഷപ്പെട്ടു പട്ടി. അമ്മ അങ്ങനെ ഒരു വിധത്തിൽ പട്ടിയുടെ നിന്ന് രക്ഷപ്പെട്ട്. ഇനി മറ്റേ പട്ടി അവിടെ പോയി. നിങ്ങളെവിടാ? ഞാൻ വന്നു. രണ്ടും ഇതിൻ്റെ അകത്തുണ്ടോ? ലൈറ്റ് കിടക്കുന്നല്ലോ. ഇതിൻ്റെ
മുറിക്കകത്ത് കയറി നോക്കാം. കഷ്ടം. ഒരെണ്ണം, പ്ലീസ് പ്ലീസ് പ്ലീസ്. മാറി ചെറിയ അവിടുത്തെ സൗണ്ട് കേട്ടെ. നാശം സമ്മതിക്കൂല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ കർത്താവ് എന്റെ വിധി. തന്നോടാ പറഞ്ഞത് ഇറങ്ങി പോടോ. എന്റെ പൊന്നു വെച്ചേ നീ എന്തേലും തുണി എടുത്തു കൊടുക്ക. എലിസ, എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? ടിവി, നീ എന്താ ഇവിടെ? പൊന്നു ലൂണ, സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ എന്നെ ആ നാറി വിളിച്ചോണ്ട് വന്ന് എന്ത് ചെയ്യാ നാറി ചെറി ഇട തെണ്ടി അവിടെ പോയി കളവാടാ നീ. ഇവിടെന്തോ പ്രശ്നം, ഇവിടെന്തോ ബോളം. ഓ, അപ്പൊ രണ്ടും കൂടെ രാത്രി ഇറങ്ങിയതാണല്ലേ? എലിസ, സത്യമായിട്ടും എൻ്റെ മമ്മിയാണ് സത്യമായിട്ടും ഞാനൊന്നും കണ്ടിട്ടില്ല. സത്യമായിട്ടും എന്താടാ നീ മിണ്ടലും നീ കാരണമല്ലട തേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. എന്റെ ടിവി, അതിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ എന്തെന്ന് ബഹളം കേട്ടെ? അത് ലൂണ ആക്സിഡൻ്റലി ഞാൻ അവളുടെ റൂമിലോട്ടൊന്ന് കയറിയപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ. അതിന് മാത്രം ഞെട്ടാനൊന്നുമില്ല. എന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അവനാണെങ്കിൽ ബഹളം വെച്ചു, ഞാനും ബഹളം വെച്ചു, അത്രേ ഉള്ളൂ. പോടാ വന്നി, നീ എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നില്ലടാ തേണ്ടി. ഭീഷണിപ്പെടുത്തിയോ? അതെന്താ? അതൊന്നുമില്ല. ജെറി, പറ, എന്താ കാര്യം? ഞാൻ പറയാം. പറയല്ലോ. എപ്പോഴെങ്കിലും അവരറിയൂടാ. വേണ്ട, അങ്ങനെ അറിയണ്ട, നീ മിണ്ടായിരുന്നേ. ജെറി പറയുന്നുണ്ടോ? Flashback. ഹായ് തന്തപ്പഴയുടെ ചെടി. എന്തോന്ന് ചട്ടിയോ? ജട്ടിയല്ലടാ, ജേടി. ആ ഒരു വിചാരമേ ഉള്ളൂ, വൃത്തികെട്ടവൻ. ഡാ വേണ്ടാട്ടാ, ജിയോമ്മ അറിഞ്ഞ നില തല്ലിക്കൊല്ലും. ഓ, മമ്മിയൊന്നും അറിയത്തില്ലടാ, നീ വാ. ഞാനോ ഇല്ല, നീ ഒട്ടിക്കാൻ കുടിച്ചാ മതി. ഞാൻ നല്ലവനായ ഉണ്ണിയാ. ഊവേ, നീ നല്ലവനായ ഉണ്ണിയെ തന്നെ കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ ആ പോസ്റ്റിൽ നിന്ന് വലിച്ചെടുത്തോണ്ട് വന്നത്. നീ പാമ്പ് കണക്കത്തെ ചുറ്റി കിടക്കുമല്ലായിരുന്നോടാ. നീ ഇല്ലേ വേണ്ട, വാടട്ടാണിക്കുട്ടാ. നീ എന്തിനാണ് ഉറപ്പാടാ? നീ പോടാ പേടിച്ചോറി, ഞങ്ങളിത് കഴിക്കാൻ പോവാ. വെള്ളമായി മിസ്റ്റർ ജെറി ഐസക് ന്യൂട്ടൺ. അങ്ങനല്ലല്ലോ. യെസ് മിസ്റ്റർ ജെറി. എൻ്റെ പേരെന്ത് പറയാ? കിട്ടി. ജെറി ഐസക് ന്യൂട്ടൺ. ജെറി ആൽബർട്ട്. ഓ ഒന്നാം ജെറി ഐസക് തോമസ്. ഈശോയെ, ഇടത്തിന് നീ താനിനെ കണ്ടോ? അവൻ കാണിക്കുന്ന കണ്ടോ? എവിടെ? വേർ ഈസ് ഡാനി? എൻ്റെ എലീസ, ഐ ലവ് യു. നീ ഇപ്പൊ എന്തുവാടാ പറയുന്നത്? എടാ ഒരു ടാനിയ. നീ ഇപ്പൊ എന്ത് പറഞ്ഞ? നിനക്ക് എലീസ ഇഷ്ടമാണോ? എടാ, എനക്കറിയോ, എനിക്കുള്ള ഭയങ്കര ഇഷ്ടം. എപ്പ തൊട്ടെന്ന് ചോദിക്കരുത്. അറിയത്തില്ല. അറിയത്തില്ലേ? ആരെയും അറിയത്തില്ല. ചുപ്പ്. എനിക്ക് പറയണോ അവളോട്? അവളോട് tell her that I love her. I love you. You are my world. Light of my sky and I love you. സമാധി അടങ്ങി, സമാധി അടങ്ങി. ഓ ഈശോയെ, രണ്ട് കിണ്ടിയും കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ? ഉണ്ടാകില്ല പട്ടി. I love you. അമ്മച്ചി കടിക്കൂ. പട്ടിക്കാളിലും പേരൊക്കെ ഇരിക്കുന്നു. എലിസ, ഡോ. വേണ്ട ടെവി, താനൊന്നും പറയണ്ട. എലിസ, ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ പ്ലീസ്. ടെവി വേണ്ട, ഒന്ന് പോകാവോ പ്ലീസ്? ഇറങ്ങിപ്പോ. എലിസ, ഒന്ന് പോടോ. നീ എന്ത് പണി കാണിച്ചു? നീ എന്തിനാ അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ? എലീസ, അവന് നല്ല ഫീൽ ആയിട്ടുണ്ട്. അവൻ നന്നായിട്ട് വിഷമിച്ച് പോയേ. എനിക്കറിയാം. നിനക്ക് എന്താ പെണ്ണെ, ഭ്രാന്തായിരുന്നോ? പാവം അവൻ. എനിക്കിപ്പോൾ ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കില്ല. നമുക്ക് നാളെ സംസാരിക്കാം. ശ്ശേ.
ഇപ്പോഴത്തെ ഇങ്ങനെ ഓ അവനായിട്ട് എല്ലാം പറഞ്ഞേന്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറിയെല്ലാം നശിപ്പിച്ച്. ഏയ് നീ ഇത് കുറ്റക്കാരനൊന്നുമല്ല. അപ്പം നീ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ഇത് പറയത്തില്ലായിരുന്നു. സോറി ടിവി, സോറി. ടിവി ഡാ ടിവി ഇവനത് എവിടെ? ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ടിവി ടിവി ഡാ നീ കരയുമായിരുന്നോ? ഏയ് ഞാനെന്തിനാ കരയുന്നേ? ഡാ നീ ഇങ്ങോട്ട് നോക്ക്. എടാ നീ എന്തിനാ കരയുന്നേ? സ്നേഹിച്ചു പോയടാ അവളെ. അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോകണ്ടെന്ന് കരുതി ഞാനൊന്ന് പറയാൻ, പക്ഷെ എല്ലാം പോയില്ലേ. എനിക്ക് വയ്യടാ അവളെ മറക്കാൻ. അയ്യേ എടാ നീ ഇങ്ങനെ കരയാതെ. അവളാണെങ്കിൽ പെട്ടെന്ന് കേട്ട ഒരു ഷോക്കിൽ പറഞ്ഞാവും മറക്കാനായിട്ട് അവള് നിന്നോട് ഇഷ്ടമല്ലാന്ന് വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്കത് സഹിക്കാൻ വയ്യടാ. ശേ നീ എല്ലാം ശരിയാവും. നീ സമാധാനമായിട്ട് കിടക്കും, എന്നിട്ടൊന്ന് ഉറങ്ങാം. നീ പറ, അവളെ ഞാൻ ഇഷ്ടപ്പെട്ട അത്രയ്ക്ക് മോശമായി പോയോ? എനിക്ക് എന്താണ് ഒരു കുറവ്? അവൾ എന്നോട് മുഖത്തടിച്ച് പറഞ്ഞടാ ഇറങ്ങി പോവാൻ. എനിക്കത് സഹിക്കാൻ വയ്യ. ഞാൻ അവളെ ഇന്നും മാത്രം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. എന്നോട് നമുക്ക് നല്ല ദേഷ്യമായിരിക്കും. ഇന്നേ വരെ ഞാൻ ആഗ്രഹിച്ചെല്ലാം കിട്ടിയിട്ടേ ഉള്ളൂ. പക്ഷെ അവളോട് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എനിക്ക്. ടെവി എണ്ണീറ്റ്. ഗുഡ് മോർണിംഗ് മമ്മി. ആ എണ്ണീറ്റോ. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് നോക്കിയടാ. എന്താടാ ഇന്നലെ ഉറങ്ങിയില്ലേ നീ? ഉറങ്ങി. ജോലി എവിടെ? അവൻ എണ്ണീറ്റില്ലേ? അറിയത്തില്ല. ഹലോ ടിവി, ഒന്ന് കാണാൻ പറ്റുമോ? ആ പിന്നെന്താ, കാണാമല്ലോ. ഓക്കെ ബൈ. ടെവി ആ ടാനിക്കിൻ്റെ വയ്യാഴിയ പോലെ എന്താണെന്നറിയത്തില്ല. 2 ദിവസം കൊണ്ട് വലിയ അനക്കൊന്നുമില്ല. മാറുന്നില്ല, ശേഷം മാറുന്നില്ല. ഞാനും കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ പോകണം കേട്ടോ. അവനെന്താ എന്നിട്ട് എന്ത് മമ്മി അവൻ? ഇതോ അപ്പുറത്തുണ്ട്, അപ്പുറത്ത് കിടപ്പുണ്ട്. നീ പോയി നോക്ക്. ടനി ടനി, ആ ഇവിടെ കിടക്കുവാണോ? വാ എണ്ണിക്ക്, ഞാൻ നിനക്ക് ഫുഡ് തരാം, എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ദാ എണ്ണിക്ക്, ബാ. ടനി 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 കണ്ണു തുറന്നേ. ടനി ഡാ കണ്ണു തുറന്നേ. ടനി ടനി അനിക്ക ടനി. മമ്മി എന്താടാ? മമ്മി ടനി കണ്ണു തുറക്കുന്നില്ല. മമ്മി എന്നോട് കണ്ണു തുറക്കാൻ പറ. ടനി ടനി ഇങ്ങനെ കണ്ണുർക്ക്. മമ്മി വിളിക്കുന്നുണ്ട്. മമ്മി മൂന്ന് ഡോസ് വരാം. എനിക്ക് ടനി എന്റെ ഇവിടെ എന്ത് പറ്റി? ടനി കണ്ണു തുറക്കുന്നില്ലടാ, അനക്കമില്ല. എടാ നീ കരയാതെ മാറി, ഞാൻ നോക്കട്ടെ. ടനി കണ്ണു തുറക്കടാ. ടിവി ഡാ നിനക്ക് എന്താടാ? അങ്ങനെ എന്നെ വിട്ടിട്ട് പോകൂല. ടനി കണ്ണു തുറക്കടാ, പ്ലീസ് കണ്ണു തുറക്കട്ടെ നീ. മമ്മി എൻ്റെ ടനി അവനോട് പറ, മമ്മി കണ്ണു തുറക്കാൻ എന്നെ വിട്ടിട്ട് പോകാതെന്ന് പറ. ടനി I miss you. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസമായിരുന്നു അത്. എൻ്റെ ടാനി എന്നെ വിട്ട് മറ്റേതോ ഒരു ലോകത്തേക്ക് പോയി. അവൻ്റെ പ്രസൻസ് എന്നെ അത്രത്തോളം ഹാപ്പി ആക്കിയിട്ടുണ്ട്.
ടെവിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അവനാണ്. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തന്നത് അവനാണ്. അവനില്ലാത്ത ഓരോ ദിവസവും എനിക്ക് ഇരുട്ടായിരുന്നു. ഒന്നിനും തോന്നാത്തൊരു മാനസികാവസ്ഥ. മനസ്സ് മടുത്ത് നിൽക്കുന്ന സമയം. ചുറ്റുമുള്ള ആരെയും പറ്റി ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ പപ്പയോ മമ്മിയോ, എന്തിന് ഈ ടെവി ആദ്യമായി സ്നേഹിച്ച പെണ്ണ് എലീസ, അവളെ പോലും ഓരോരുത്തരും വന്ന് ഓരോന്നും പറയുന്നു, പോകുന്നു. ഇത് തന്നെ സ്ഥിരം. എന്താ അവർ പറയുന്നതെന്നോ ഞാനെന്താ കേൾക്കുന്നതെന്നോ ഒന്നും ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഒരുമാതിരി കെട്ടഴിഞ്ഞ പുസ്തകത്താളുകൾ പോലുള്ള ജീവിതം. അങ്ങനെ ഒരു ദിവസം. ടെവി, ആ, നീയോ? ഞാൻ തന്നെ. ഓർമ്മ ഉണ്ടോ നിനക്കെന്നെ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്നെ കണ്ടിട്ട് കാണാതുള്ള ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചു. ഏയ്, അത് നിനക്ക് തോന്നിയതാ. ആണോ? എനിക്ക് തോന്നിയതാണോ? തോന്നിയതല്ല. നിനക്കറിയോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദന? നിന്നെ ഒന്ന് കിട്ടാനായിട്ട് ഞാൻ എന്തുമാത്രം നോക്കിയിരുന്നറിയോ? നിന്നെ ഞാൻ തന്നെ നന്നായിട്ട് പ്രൊപ്പോസ് ചെയ്യാനായിട്ടായിരുന്നു അന്ന് ഞാൻ അങ്ങനെ. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നിന്നോടൊന്ന് മിണ്ടാനായിട്ടൊന്ന് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു ഞാൻ, അറിയോ? പക്ഷെ നിനക്ക് എന്നോട് മിണ്ടണ്ടല്ലോ. എന്നെ കണ്ടിട്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ. നീ പറ ഞാൻ ശല്യമാണെങ്കിൽ നീ പറ, ഞാൻ ഒഴിഞ്ഞു തരാം. എലിസ, I'm sorry, എലിസ. എൻ്റെ ടാനി അവന് പോയി. നിനക്ക് ഇനി ഇഷ്ടമെന്ന് കരുതി എനിക്കാകെപ്പാട് അയ്യായിരുന്നു. അവൾക്കുള്ളിൽ പോയപ്പോ ആരുമില്ലാന്നൊരു തോന്നലായി പോയി എനിക്ക്. ആരില്ലെന്നുള്ള തോന്നലല്ലേ? പിന്നെ ഞങ്ങളൊക്കെ എന്തിനായിരുന്നുള്ള പുല്ല്. ജെറി, ലൂണ, നീ ഒന്നും പറയണ്ട ടെവി. ഞങ്ങളിപ്പോ നിനക്ക് അത്രേ ഉള്ളായിരുന്നല്ലേ. പാവം ജീവമി ജോണപ്പൻ അവരെന്ത് മാത്രം വിഷമിച്ചെന്ന് എനിക്കറിയുമോ? എൻ്റെ ഈ എലീസ ഇവിടെ എന്ത് മാത്രം കരഞ്ഞെന്നറിയോ? അന്നവള് ചെയ്തതിന് അവളിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സോറി. എല്ലാരും എന്നോട് ക്ഷമിക്കും. ഞാൻ പെട്ടെന്ന് പോയപ്പോ എൻ്റെ ജീവൻ പോയപ്പോലെ എനിക്ക് തോന്നി. അത്രത്തോളം ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു. ഒരു ഇത്തിരി ദിവസം കൊണ്ട് അവൻ എൻ്റെ ലൈഫിലെ വലിയൊരു ഭാഗം തന്നെ എടുത്തു. ഒരു മാവനെ നോക്കുന്ന പോലുള്ള ഞാനവൻ എൻ്റെ ടാനി ഞാൻ കൊണ്ടുവന്ന് കേൾക്കുന്നവർക്കെല്ലാം എനിക്ക് ഏതാണ്ട് പ്രാന്താണെന്ന് തോന്നും. എന്നാൽ അവൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതാ ഞാൻ. എനിക്കത് പ്രാന്താ. പെട്ടെന്ന് പോയപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു. മമ്മി, പപ്പി, എല്ലാവരും ആരെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല. എന്നോടെല്ലാവരും ക്ഷമിക്കും. എലിസ, ഞാൻ നിന്നോട് കാണിച്ച സ്നേഹത്തിൽ ഒരു തരി പോലും മായമില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ. ഞാൻ ഒരുപാട് നിന്നെ വിഷമിപ്പിച്ചു അല്ലേ? ടെവി, നീ ഇങ്ങനെ കരയാതെ നീയാക്കി മാറ്റിയത് ടാനി. അപ്പം അവന് സഹിക്കുമോ? നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. I love you, ടെവി. മോനെ ടെവി, മമ്മി, പപ്പ, സോറി. ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു നിങ്ങളെ. എൻ്റെ മോൻ പഴയതുപോലാവണം. എല്ലായിടത്തും ആക്റ്റീവായിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കണം. അതാ എനിക്കും ഇഷ്ടം.
പപ്പ. എലീസ ഇപ്പൊ എങ്ങനാ? I need more hours with you. You spend the weekend getting even. We spend the late nights making things right between us. But now it's all good, baby. Roll that backward, baby, and play me close. Cause girls like you run around with guys like me, son. Now when I come through, I need a girl like you, yeah, yeah. Girls like you love fun, yeah, me too. Now when I come through, I need a girl like you, yeah, yeah. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രഷ്യസായ 2 സമ്മാനം തന്നിട്ടാണ് അവൻ പോയത്. ഒന്നെൻ്റെ ലൂണ, മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ സോൾമേറ്റ്, ഒരു ബെസ്റ്റ് സിസ്റ്റർ, എല്ലാമാണ് അവൾ. ഇപ്പോൾ എൻ്റെ ചെറിയുടെ വൈഫ്, പിന്നീട് എൻ്റെ എലീസ. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ടാനിയാണെങ്കിൽ എന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് അവളാണ്. മേ ബി ടാനി എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ലൂണയോ എലീസയോ ഞാൻ കാണില്ലായിരുന്നു. ഇന്തിന് മിണ്ടാപ്രാണികളോടുള്ള എൻ്റെ വെറുപ്പ് തന്നെ അങ്ങനെ തന്നെ നിലനിർന്നു പോയാൽ. ഭൂമിയിൽ ഓരോരുത്തരെയും ദൈവം അയക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കടമ കൊടുത്തിട്ടായിരിക്കും. ചിലപ്പോൾ ടാനിയുടെ കടമ ഇതായിരിക്കും. എണ്ണീക്കങ്ങോട്ട് ഇവിടെ വാടി എലീസ, I love you. മോനെ ടെവി, എലീസ. നശിപ്പിച്ച് ആ ഫ്ലോ അങ്ങ് പോയി. അങ്ങോട്ട് മാറ്. ആ മോളെ എണ്ണീറ്റില്ലേ അവൻ? ദേ എണ്ണീറ്റേ ഉള്ളു. അവിടെ മാറി കുത്തിയിരിക്കുക. 2 വഴക്ക് പറയാം. ഓക്കെ മോളെ, 2 ഡോസ് കൊടുത്തിട്ട് വരാം മമ്മി. ഡാ മര്യാദക്ക് എണ്ണീറ്റോ, ഇല്ലെങ്കിൽ ചൂടുവെള്ളം എടുത്ത് തലവരി ഒഴിക്കുന്ന് മര്യാദയ്ക്ക് നാടോട്ട് വന്നിട്ട്.
എന്ത് പറ്റും മോനെ, വഴക്കേട്ടോ, പോട്ടെ, സാരമില്ല, വാ താഴോട്ട്. നിനക്കുള്ള ഞാൻ തരാടി ഭാര്യ. ഓ ആയിക്കോട്ടെ, ഇപ്പം എണീറ്റ് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ മമ്മ വരും. അയ്യോ, മമ്മി ഒരു പേടി സമയമാണ്. ഇതാ വരുന്നു. ആ വന്നോ? എടാ മോനെ, വേണ്ടേ ജെറിയും ടൂണയും നിനക്ക് വേണ്ടിയിട്ട് എന്തോ കൊണ്ടുവന്നിരിക്കുന്നു. അതെന്ത്? ഡാടാ ഇവിടെ ഇങ്ങോട്ട് വാ. ഇന്നാണ് ടെവി നിനക്കൊരു ചിന്ന ഗിഫ്റ്റ്. സർപ്രൈസ്. ടാനിയെ പോലൊരു നായ്ക്കുട്ടി, അതായിരുന്നു അവരെനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്. അവരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ നിഷ്കളങ്കമായ നോട്ടം എന്നെ ടാനിയുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. അവരെ കണ്ടപ്പോൾ തന്നെ ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് ടാനി. അവരെ ഞാൻ വളർത്തി, എൻ്റെ ടാനിയെ പോലെ തന്നെ. ടാനിയുടെ അതേ കുറുമ്പും നോട്ടവും ഒക്കെയാണ് ഇവന്. എന്നാലും ടാനി ജീവിക്കുന്നത് എൻ്റെ മനസ്സിലാണ്. അവിടേക്ക് മറ്റൊന്നിനും കയറിക്കൂടാൻ പറ്റില്ല. ഒരിക്കലും അവനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അവൻ്റെ ഓരോ നോട്ടവും അതെൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ്. അത് മായ്ച്ചെഴുതാൻ മറ്റൊന്നിനും സാധിക്കില്ല. പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും പകരം വയ്ക്കാനാവാത്ത സ്നേഹമാണ് നായുടേത്. കുന്നക്കൊരോളം കൊടുത്താലും കുന്നോളം തിരിച്ചു തരുന്ന ജീവൻ. കല്ലെറിഞ്ഞാലും ആട്ടിപ്പായിച്ചാലും വാലാട്ടി വരുന്ന അവറ്റകളുടെ സ്നേഹം. അത് എന്തുകൊണ്ട് പലരും കാണാതെ പോകുന്നില്ല? അവരുടെ ആ സ്നേഹത്തിന് മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. ടാനി എൻ്റെ ജീവിതത്തിൽ വന്ന് എന്നെ മൊത്തത്തിൽ മാറ്റിയെടുത്തു. ഒരു വട്ടം അവനെ ഞാൻ ആട്ടിപ്പായിച്ചിട്ടും അവൻ എൻ്റെ പിന്നാലെ വന്നു. അവൻ്റെ ആ സ്നേഹത്തിൽ ഞാൻ വീണു പോയി. സ്നേഹത്തിന് മറ്റൊരു വാക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായി ഞാൻ പറയും ഉണ്ട്. ടാനി, ദ പ്യൂർ ഫോം ഓഫ് ലവ്.